ഹേ ഗൈസ്, എല്ലാവരും റെസ്റ്റോറൻറ്റ് പുതിയ നമ്മുടെ ഇന്നത്തെ ഗെയിം പ്ലേ എന്ന് പറയുന്നത് ഗ്രാൻഡ് ചാപ്റ്റർ ആണ്. വീഡിയോ മുമ്പ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ. നമ്മുടെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് ഏകദേശം 110 മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ച് പൊട്ടുക ഗൈസ്. അപ്പോൾ ഡേ 1 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഉണർന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ 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 നമ്മൾ ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് ഉണർന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ബാത്റൂമിലേക്ക് പോവാം, എന്ന് വെച്ചാൽ ടോയ്ലറ്റ്. ഓക്കെ, ഇവിടെ എന്തുണ്ട്? ഹായ് ചമ്മി, ഒന്നുമില്ല. ഉണ്ടാ അതെ ഗ്രാനി, ഗ്രാനി വന്നു ഗൈസ്. നമുക്ക് ഈ ഡോർ തുറന്നിട്ട് ഈ വഴി ഇവിടെയുണ്ട്. ഓക്കെ, നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ് ഗൈസ്. നമ്മൾ ചിലപ്പോൾ ഇന്ന് ഡോർ എസ്കേപ്പ് ചെയ്യും ഗൈസ്. ഇവിടെ ഗൈസ് ഗൺ പാർട്ട് ഉണ്ട്. ഇവിടെ ഗ്രാനി ഉണ്ടോ? എനിക്ക് സംശയമുണ്ട് ഗൈസ്. എൻ്റെ മോനെ കണ്ട് സർപ്രൈസ് അടിച്ചു ഗൈസ്. നമ്മൾ നേരെ അടിയിലേക്കാണ് പോണേ. നമുക്ക് ഒന്നുമില്ല ഗൈസ്, നമ്മൾ നേരെ അടിയിലേക്ക് പോവും. ഗൺ പാർട്ട് എടുത്ത് സെറ്റ് ചെയ്യും. ഇവിടെ എന്തുണ്ട്? വാവ്, അടുത്ത ഗൺ പാർട്ട് ഗൈസ്. നമുക്കൊന്ന് ബിരിയാണി അടിച്ചു ഗൈസ്. ബിരിയാണി നമുക്ക് എന്തായാലും ഈ പാർട്ട് ഇവിടെ തട്ടിയിട്ടിട്ട് ഇത് ഇവിടെ ഇടാം. എന്നിട്ട് നേരെ പോയി മറ്റേ പാർട്ട് എടുത്ത് അവിടെ കൊണ്ടുപോയിടാം ഗൈസ്. അപ്പോഴാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ. പിന്നെ ഗൈസ് മറ്റേ മൂന്നാമത്തെ പാർട്ട് ഇവിടെ ഉണ്ടാവും ചിലപ്പോൾ. കാരണം ഞാൻ ഈ ചില വീഡിയോയിൽ കണ്ടേ ഇവിടെ മറ്റേ ആ പാർട്ട് ഇരിക്കുന്നത്, ഓരോ ഗൺ പാർട്ട്. അപ്പം ചിലപ്പോൾ അവിടെ ഉണ്ടാവുമെന്ന് കരുതി. എന്തായാലും ബുക്ക് കിട്ടിയിട്ടുണ്ട്. വേണം നമുക്ക് ബുക്ക് കൊണ്ടുപോയി വയ്ക്കാം. ഇതല്ലേ നല്ലത്. ബുക്ക് കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് സിവറിലേക്ക് സിമ്പിളായിട്ട് പോവാമല്ലോ. സിവറിൽ നിന്ന് എന്താണാവോ കിട്ടുക. നമുക്കെന്തായാലും ഈ വഴി പോവാം ഗൈസ്. ഇവിടെ നമ്മൾ നോക്കിയതാണ് ഗൈസ്. എന്തായാലും നമുക്ക് ബുക്ക് വെക്കാം. പക്ഷേ അമ്മയ്ക്ക് ഇതേക്കണ്ട, എന്തേ ഈ അമ്മച്ചിക്ക് പഠിപ്പ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല ഗൈസ്. അത്രയും പഠിപ്പിൻ്റെ ആരാധികയാണ്. പേര് ഏഞ്ചലീന. അതുകൊണ്ട് അതിന് ഞാൻ ബുക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് അടിയിലേക്ക് പോവാം ഗൈസ്. ഇവിടെ എന്തുണ്ട്? എനിക്ക് ആവശ്യമില്ലാത്ത സാധനമാണ് ഗൈസ്. എൻ്റെ മോനെ നമുക്ക് കിട്ടി ഗൈസ്, നമുക്ക് കിട്ടി. ഗൺ പാർട്ട് കിട്ടി. എന്നാലും നമുക്ക് നിലത്തേക്ക് പോവാം ഗൈസ്. ഓക്കെ, നമ്മുടെ ഷോർട്ട് കട്ട് എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നിലത്തെത്തും ഗൈസ് ഈ ഷോർട്ട് കട്ട് എടുത്താൽ. ഈ വഴി കൂടെ പോവാം. നമ്മളപ്പോൾ കുതിക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വെള്ളിലേക്ക് പോവാം. എന്താണെന്ന് വെച്ചാൽ കാറിൻ്റെ അവിടെ നമുക്ക് കുറച്ച് പരിപാടി ചെയ്യാനില്ലേ. ഇവിടെ എന്തുണ്ട്? കാക്കയുടെ അടുത്ത് മറ്റേ ചക്കറുണ്ട് ഗൈസ്. അതിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞു. കോഗ്വീല്. ഓക്കെ, അവിടെ കോഗ്വീലുണ്ട്. നമുക്ക് നേരെ അടിയിലേക്ക് കൊണ്ടുപോയി ഇതിട്ട് മറ്റേ സെക്കൻഡ് പാർട്ട് എടുത്തുകൊണ്ട് വരാം ഗൈസ്. ഇവിടെ ശബ്ദം ഉണ്ടാക്കിയാൽ ഗ്രാനി ഇപ്പം ഇങ്ങോട്ട് വരില്ലോ. എങ്ങനെയാണ് എൻ്റെ ബുദ്ധി വിമാനല്ലേ? എങ്ങനെയുണ്ട്? അപ്പോൾ ഈ നമുക്ക് എന്തായാലും ഈ പാർട്ട് എടുക്കാം. ഓക്കെ ഓക്കെ, നമ്മളിപ്പോൾ ഈ പാർട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ നിലത്ത് കൊണ്ടുപോയി ഇടാം. ചിലപ്പോൾ ഗ്രാനി പോരും ഗൈസ്. ഗ്രാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വേണ്ടുള്ളത്. ചെറിയൊരു സൗണ്ട് ഇട്ടാൽ മതി. എലിവാണം വിട്ട പോലെ വരും ഗൈസ്. അത്രയും സ്പീഡാണ്. അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട ഗൈസ്, ഗ്രാനിക്ക് ഇതിലൊട്ടും സ്പീഡില്ല ഗൈസ്. ഇവിടെ ചെയിൻ കട്ടർ ഇരിക്കുന്നുണ്ട്. ചെയിൻ കട്ടറിൻ്റെ ആവശ്യം ഇല്ല ഗൈസ്. ഡോർ സ്കേപ്പിന് എന്താണ് ചെയിൻ കട്ടർ? വന്ന് ഗൈസ് ഗ്രാനി വന്നിട്ടപ്പേ നമ്മൾക്ക് എന്തായാലും നേരെ മേളിലേക്ക് പോകാം ഗൈസ്. മേളിൽ എന്തുള്ളതെന്ന് അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. പക്ഷെ എൻ്റെ പൊന്നെ ഗൈസ്, ഈ ഗ്രാനിയുടെ പ്രശ്നം വെച്ചാൽ കണ്ടമാനം ട്രാപ്പ് ഇട്ട് വയ്ക്കും. പക്ഷെ നമ്മൾ ഞാനല്ലേ കളിക്കണേ, നിഞ്ചാറല്ലേ കളിക്കണ ഈ ഗെയിം. അതുകൊണ്ട് ഒന്നിനും പെടില്ല. അപ്പോൾ ഗൈസ് ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്നുമില്ല. എന്തെങ്കിലും വെക്കറേ. ഒന്നുമില്ല ഗൈസ്. അടുക്കളയിൽ ഒന്നുമില്ല. ഇവിടെ എന്തുണ്ട്? ആ ട്രാപ്പ് പോയി. പക്ഷെ എൻ്റെ പൊന്നെ ഇതേ പോണും വരമാല. അവിടെ നിന്ന് പോയി ഗൈസ്. നമുക്ക് നേരെ അടിയിലേക്ക് വീണ്ടും പോവാം. എന്നിട്ട് ഗണ്ണ് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഗ്രാനിയുടെ ഹെഡ് ഷോട്ട് അടിക്കാം. എൻ്റെ പൊന്നെ, ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, കണ്ടമാനം ട്രാപ്പ് കൊണ്ടുപോയിടും എവിടെയാണെങ്കിലും. നമുക്ക് നേരത്തെ പെട്ടെന്ന് പോകണം. ഇനി ഗ്രാനി എന്തായാലും ഇപ്പം തന്നെ വരും ഗൈസ്. ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഗ്രാനി എന്തായാലും ഇപ്പോൾ വരും. വെളുക്കും
നമ്മളിതിൽ ബുദ്ധി കൂടിയ ആളായതുകൊണ്ടേ ഗ്രാനീനെ ഇങ്ങോട്ട് വിളിക്കും. ഇങ്ങോട്ട് വാ ചെല്ലക്കുരുവി, ഇങ്ങോട്ട് വാ ചെല്ലക്കുരുവി. ഹേയ് വിളിക്കില്ല. കണ്ട് ഇങ്ങോട്ട് വാ ചെല്ലക്കുരുവി, നിനക്ക് ഞാൻ ബജ്ജി വാങ്ങിത്തരാം. ബജ്ജി ഏത് ബജ്ജി വേണം? മുട്ട ബജ്ജി, മുളക് ബജ്ജി, ഏത് വേണം? ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഗ്രാനിക്ക് മുട്ട ബജ്ജിയും മുളക് ബജ്ജിയും വാങ്ങിക്കൊടുക്കാൻ പോവാണ് ഗൈസ്. വരൂ, പിന്നാലെ വാ. കമോൺ. നമ്മൾ ഗ്രാനീനെ മാടി വിളിക്കുന്നുണ്ട്. കമോൺ. നമ്മളിപ്പോൾ ഈ വഴിക്കൂടെ പോവാണ്. ഗ്രാനി ഈ വഴിക്കൂടെ വന്നാൽ നമ്മളായി ഗ്രാനീനെ സ്വർഗത്തിലേക്ക് 2 മിനിറ്റ് 30 സെക്കൻഡത്തേക്ക് സ്വർഗത്തേക്ക് ഇട്ടുണ്ട് ഗേസ്. എന്തായാലും നമുക്ക് നേരെ മേളിലേക്ക് പോയി സ്ക്രൂ ഡ്രൈവർ തട്ടിയിടാം ഗേസ്. കണ്ടില്ലേ ഗേസ്, അവിടെ വെട്ടിയിട്ട വഴക്കൊല പോലെ ഗ്രാനി കിടക്കണേ. അപ്പോൾ നമുക്ക് നേരെ മേളിൽ പോവാം. ഓക്കെ, ഈ സ്ക്രൂ ഡ്രൈവർ നമുക്ക് തട്ടിയിടണം. എന്നിട്ട് ഗണ്ണ് നിറയ്ക്കണോ? സ്ക്രൂ ഡ്രൈവർ ശരി, ഞാൻ അന്നേരം മേളിലേക്ക് വരണേ. നമുക്ക് വീണ്ടും നിലത്തേക്ക് പോകണം ഗൈസ്. നമ്മളെന്തായാലും മേളിലേക്ക് വരുന്നത് ആവശ്യം. ഓക്കെ, ഇപ്പം എന്തായാലും ഒന്നും കിട്ടിയില്ല ഗൈസ്. ഇതാണ് ഈ ഗെയിമിൻ്റെ ഹൈലൈറ്റ്. നമ്മളെന്തായാലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആവും ഗൈസ്. എസ്കേപ്പ് ആവും എന്ന് പറഞ്ഞാൽ എസ്കേപ്പാണ് ഗൈസ്. ഗ്രാനി എഴുന്നേറ്റിട്ടുണ്ടാവും മിക്കവാറും. നമുക്കെന്തായാലും നേരെ പോയിട്ട് സ്പൈഡർ കീ എടുക്കാം. സ്പൈഡർ കീ ഇവിടെ ഉണ്ടാവില്ലേ? ഇവിടെ ഉണ്ട് ഗൈസ്. ഭാഗ്യം പഠിച്ച് ഒരു താക്കോലെങ്കിലും തന്നൂല്ലോ. ഗ്രാനി അതുപോലും തരില്ല ഗൈസ്. ഗ്രാനി ബാറ്റിക്ക് നല്ല അടി വരും, പക്ഷെ വേറെ ഒന്നും തരില്ല. അതാണ് ഗ്രാനി. പിന്നെ ഗൈസ്, നമ്മൾ സ്വിവറിലേക്ക് പോകുമ്പോൾ അവിടെ സ്പൈഡർ ഏഞ്ചലീന ഉണ്ടാവും. അതായത് വെച്ചാൽ സെലിന്തിലമ്മച്ചി ഗ്രാനീനെ പോയല്ല ഗൈസ്, ഇത്തിരി ബുദ്ധി കൂടിയ ആളാണ്. ഇവിടെ എന്തുണ്ട്? പഡ്ലോക്കി ഉണ്ട്. പഡ്ലോക്കി വേണം ഗൈസ്. എന്തായാലും പഡ്ലോക്കി ഇവിടെ ഇടാം. എന്നിട്ട് ഈ സ്ക്രൂ ഡ്രൈവർ എടുത്ത് നമുക്ക് നേരെ സിവറിലേക്ക് അങ്ങോട്ട് പോവാം. അല്ലാണ്ട് എന്ത് പറയാം, സിവറിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും കിട്ടും ഗൈസ്. അപ്പോൾ നമ്മൾ സിവറിലേക്ക് ചാടിയിട്ടുണ്ട്. ഇനി ഇവിടെ എന്തും നടക്കും ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ വല്ല നമ്പർ. ഓക്കെ ഗൈസ്, ഇവിടെ ഫസ്റ്റ് 1 എന്ന് പറഞ്ഞ നമ്പറുണ്ട്. ഓക്കെ, നമ്മൾ അത് ഓർത്ത് വെച്ചിട്ടുണ്ട്, 1 എന്ന് പറഞ്ഞ നമ്പർ. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഒരു വാണപ്പെട്ട പോലെ സാധനം പോയില്ലേ, അതാണ് ഗൈസ് സ്പൈഡർ ഏഞ്ചലീന. എൻ്റെ പൊന്ന് ഗൈസ്, ജസ്റ്റ് മിസ്. അതവിടെ തിരിഞ്ഞ് കണ്ടാവും ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, സ്പൈഡർ ഏഞ്ചലീനക്ക് ഗ്രാനീനെ പോലെയല്ല, നല്ല ബുദ്ധിയാണ് ഗൈസ്. നല്ല ബുദ്ധി എന്ന് വെച്ചാൽ നല്ല ബുദ്ധി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? മാസ്റ്റർ കീ ഉണ്ട്. അത് നല്ലതാണ്. നമുക്കിത് പിന്നെ വന്നെടുക്കാം ഗൈസ്, വല്ലതും കിട്ടുമ്പോൾ. ഓക്കെ, നമുക്ക് ഇവിടെ ഗൈസ്, ഇവിടെ എനിക്ക് ഉറപ്പായിരിക്കും ഇവിടെ നമുക്ക് കട്ടിംഗ് പ്ലേസ് കിട്ടും ഗൈസ്. കട്ടിംഗ് പ്ലേസ് ചിലപ്പോൾ കിട്ടും, അല്ലെങ്കിൽ വേറെ വല്ലതും കിട്ടും. നമുക്ക് നോക്കാം എന്ത് കിട്ടും. സേഫ് കീ. സേഫ് കീ ആണ് ഗൈസ് കിട്ടിയത്. അതൊന്നും കുഴപ്പമില്ല, അതൊരു നല്ലൊരു ഇതാണ്. ഓക്കെ, നമ്മളെന്തായാലും നേരെ ഗൈസ് ഗ്ലിച്ച് അമ്മായി ഇങ്ങോട്ട് നടന്നു വന്നു. പക്ഷേ എന്നെ ആദ്യം കൊണ്ടില്ല, പിന്നെ രണ്ടാമതാണ് കണ്ട ഗൈസ്. നമുക്ക് എന്തായാലും കണ്ണ വഴി ഓടാണ് നമ്മൾ. പിന്നെ എന്താ ചെയ്യുക? ഇവിടെ എന്തിച്ചുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ എന്തുണ്ട്? 2 ഉണ്ടിയുണ്ട്. ഇപ്പം എന്തായാലും സെലിന്തിലമ്മച്ചി ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ മേളിൽ പോയി നോക്കാം. ഇവിടെ എന്തുണ്ട്? ശൂന്യത. 2 ഉണ്ടയുണ്ട് വീണ്ടും. എന്തായാലും നമുക്ക് വീണ്ടും അങ്ങനെ അസല്ലേ ആയി ചമ്മിയിട്ടുണ്ട്. എൻ്റെ മോനെ ചേസിങ്. എൻ്റെ മോനെ 2 സെക്കൻഡ് മതിയായിരുന്നു. ജസ്റ്റ് മിസ്സാണ് ഗൈസ്. എന്നാലും നമുക്ക് സേഫ് കീൻ്റെ ഉള്ളിൽ ചിലപ്പോൾ മറ്റേ കട്ടിംഗ് പ്ലേസ് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ചെയിൻ കട്ടർ തന്നെ യൂസ് ചെയ്യണം ഗൈസ്. ഓക്കെ, യെസ്, കട്ടിംഗ് പ്ലേസ്. എൻ്റെ മോനെ വരമാല വേറെ ഗൈസ്. ഈ ഗ്രാനി ഇപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റേ. ഇപ്പം തന്നെ അല്ലേ ഞാൻ അടിച്ചിട്ട്? 2.5 മിനിറ്റത്തേക്കായിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല, പേടിക്കുന്നു.
ഓ ഇവിടെ മറ്റേ മെലൺ വെച്ചിട്ടില്ല. ഓക്കെ പേടിക്കൊന്നും വേണ്ട ഗ്രാനി, ഞാൻ ദേ വരുന്നു. ഗൈസ് നമുക്കിപ്പോൾ ഗ്രാനീനെ അടിച്ചിടാം. ഗ്രാനി ഇപ്പം ഈ ശബ്ദം കേട്ട് ഇങ്ങോട്ട് വരും. ആ ഐ ആ കൊടുത്ത് ഗൈസ്, നമ്മൾ കൊടുത്ത് ഇപ്പം സമാധാനം ഉണ്ട്. കട്ടൻ പ്ലേസ് എടുക്കുക, മറ്റേ ഫ്രണ്ടിലെ ഇത് കട്ട് ചെയ്യുക, അടിയിൽ പോയി കട്ട് ചെയ്യുക. ഓക്കെ ഓക്കെ അപ്പം ഈ പരിപാടി കഴിഞ്ഞിട്ട് പെള്ളോക്കി എടുക്കുക. ഓക്കെ അപ്പം നമ്മൾ അതും ഇങ്ങനെ സക്സസ്ഫുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാമറാണ് വേണ്ടത് ഗൈസ്. ഹാമർ ചിലപ്പോൾ അടിയിലുണ്ടാവും. ഇതെടുത്ത് പോണോ, ഇതാണെങ്കിൽ എടുത്ത് നിലത്ത് പോവാം ഗൈസ്. ഓക്കെ ഇത് നമ്മൾ ബെഡ് സീഡാണ് എടുത്തേക്കണം ഗൈസ്. ബെഡ് സീഡ് എടുത്ത് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ ഓൾ റൈറ്റ്. ഞാൻ ഇതുവരെയായിട്ട് എഴുന്നേറ്റില്ല. ഇവിടെ ഗൈസ് വേദ മിനിറ്റ്, അതിങ്ങനെ നമുക്കെന്തിനാ കൊഗ്വിൽ, നമുക്ക് വേഗം പോയിട്ട് മറ്റേ അയ്യോ ഷോർട്ട് ഗൺ എടുത്തോണ്ട് വരാം ഗൈസ്. ഷോർട്ട് ഗൺ എടുത്തില്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ല. ഷോർട്ട് ഗൺ എടുത്ത് നേരെ ഇങ്ങോട്ട് വരാം ഗൈസ്. അപ്പോൾ ഒരു കാര്യമുണ്ട്, ചിലപ്പോൾ ഏറ്റവും അടിയിൽ ഹാമർ ഉണ്ടാവും. നമുക്കാണെങ്കിൽ അങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. അവിടെ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. എൻ്റെ ആകെയുള്ളൊരു പ്രതീക്ഷ ഇതാണ് ഗൈസ്. ഈ ലാസ്റ്റ് നമ്മൾക്ക് എന്തായാലും സിവറിൽ പോയിട്ട് മാസ്റ്റർ കീ എടുക്കും നമ്മളെന്തായാലും ഇപ്പം തന്നെ ഗൈസ്. ഇതുണ്ടോ ഗൈസ്, അപ്പോൾ ഇവിടെ ഉണ്ട് ഗൈസ്. നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇവിടെ ഉണ്ട്. കിട്ടി ഗൈസ്. ഓക്കെ ഹാമർ കിട്ടി. ഹാമർ എടുത്ത് നേരെ നമുക്ക് ഫ്രണ്ട് ഡോറിലെ ആ പ്ലാങ് അങ്ങോട്ട് തകർക്കാം ഗൈസ്, ഓടിപ്പോയിട്ട്. ഓക്കെ നമ്മൾ പെട്ടെന്ന് പോവാം ഗൈസ്. നമ്മൾ സ്പീഡ് റണ്ണർ പോലെയാണ് ഗൈസ് നമ്മൾ ചെയ്യണേ. നമ്മൾ ഇതിൽ ഹൈഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ നമ്മൾ നേരെ അടിയിൽ പോയി മാസ്റ്റർ കീ എടുത്ത് നേരെ സ്കേപ്പ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഒന്നല്ലേ ഫസ്റ്റ് മുഡ് അത്രയും തന്നെ ഗൈസ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ വിശ്വസിക്കാമെന്ന് അറിഞ്ഞൂടെ, ഞാൻ ഈ ഗെയിം ആദ്യമായിട്ടാണ് കളിക്കണേ. ഓക്കെ ഇപ്പോൾ ഗൈസ് നമ്മൾ നല്ല സ്പീഡിൽ ഓടാൻ പോവാണ് ഗൈസ്. ഓക്കെ നമുക്കൊന്നുമില്ല ഗൈസ്. നമ്മൾ സൈലന്തലമ്മച്ചി വന്നാലും പോയാലും നമുക്കെന്ത്, നമ്മൾ ആര്. ഓക്കെ ഓടിക്കോ പ്രേമ, എനിക്ക് ദേശത്തെ വഴി അറിയില്ലടാ. നമ്മൾ ആ മുഡ് ഏത് മുഡ്, ഓട്ടം മുഡ്. പിന്നെ ഗൈസ് നമ്മൾ ഇപ്പോൾ ലാസ്റ്റത്തെ വക്കിൽ വന്നിരിക്കുകയാണ്. സൈലന്തലമ്മച്ചി എന്തായാലും വരും ഗൈസ്. ടാറ്റാ. എൻ്റെ പോലെ ഗൈസ്, സെലിന്തനമ്മച്ചി ആയിരുന്നു ഗൈസ് ആ വഴികൂടെ വന്നിട്ടുണ്ടായത്. നമ്മൾ മൈൻഡ് ചെയ്യില്ല ഗൈസ്, സെലിന്തനമ്മച്ചിയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യില്ല. നമ്മൾ നമ്മുടെ ഗ്രാനി അമ്മച്ചീനെയാണ് മൈൻഡ് ചെയ്യുക. ഗ്രാനി അമ്മച്ചി ഇതിൽ ശരിക്കും പറഞ്ഞാൽ സീനാണ് ഗൈസ്. നിങ്ങൾക്ക് ഹാർഡ് മോഡിലോ മീഡിയയിലോ ഹെഡ് സ്ട്രീമിലോ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഗൈസ് ഇറ്റ്സ് മീ നിഞ്ച റോക്ക് സ്റ്റാർ സൈനിങ് ഓഫ്. ബൈ. Please, thanks for watching in the video. Okay, bye.